കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനാ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വീകരിപ്പാൻ, ആരാധിപ്പാൻ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ, ഗ്ലോറി. ലോകത്തിൻ്റെ എല്ലാവിധമായ ശാപബന്ധന കെട്ടുകളിൽ നിന്നും യേശുവിൻ്റെ രക്തം നമ്മെ ഹല്ലേലൂയ വിടുവിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിത്യമായ അവകാശം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നൽകുവാൻ ഹല്ലേലൂയ നമ്മിൽ കർത്താവ് പകരുന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കീർത്തനങ്ങൾ 90-ാമത്തെ സങ്കീർത്തനത്തിൽ ഭക്തനായ ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അഹരോൻ്റെ മരണത്തിൽ അഹരോൻ്റെ ഭൗമികമായ ശരീരത്തെ മറവ് ചെയ്യുന്ന സമയത്തിൽ തനിക്ക് ലഭിച്ച പ്രകാശനത്തിൽ നിന്നാണ് ഈ അധ്യായം എഴുതിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. താൻ തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ ദൈവത്തെക്കുറിച്ച്, അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് മോശയും ദൈവവും ഇടപഴകുന്ന സന്ദർഭങ്ങൾ നമ്മൾ വചനത്തിൽ കാണുമ്പോൾ ദൈവം മനുഷ്യനുമായി ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിക്കുന്നത് നമുക്ക് വചനത്തിലൂടെ അറിയാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളെ നടത്തേണ്ടുന്നതിന് ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നതും മോശയിലൂടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ വിശദമായി ദൈവം എഴുതി കൊടുക്കുന്നതായി നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. ഇസ്രായേൽ മക്കളെ നടത്തേണ്ടുന്നതിന് ദൈവം പൗരോഹിത്യം അഹരോന് ദൈവം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഈ പൗരോഹിത്യം അനുഭവിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തൻ്റെ ആയുഷ്കാലം ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്തിൽ അവിടെ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലാണ് ഈ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. 3-ാമത്തെ വാക്യത്തിൽ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അഹരോനെ മണ്ണിലേക്ക് വീണ്ടും മടങ്ങിച്ചേരുമാറാക്കുന്ന ഒരു അടക്ക ശുശ്രൂഷയുടെ മധ്യത്തിൽ മോശ നിൽക്കുമ്പോൾ താൻ തന്നെക്കുറിച്ചും ഈ അഹരോനെ കുറിച്ചുമൊക്കെ താൻ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. അതിൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്നാണ് എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നു? പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. ശലോമോനും തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ എഴുതി, പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക് ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് ചേരും. അല്ലെ, ഈ ഒരു കാഴ്ചപ്പാട് ഏതൊരു മനുഷ്യനും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പൊടിയാണെന്നും ഈ പൊടി മണ്ണിലേക്ക് വീണ്ടും മടങ്ങിച്ചേരുമെന്നും അതിനുള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്കും ചേരുമെന്നുള്ള കാഴ്ചപ്പാട് വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന് അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ട പുനരുത്ഥാനത്തിലൂടെ തെളിയിക്കപ്പെടുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ശേഷമാണ് മനുഷ്യൻ്റെ നിത്യജീവനെ കുറിച്ചിട്ട് ശരിയായ കാഴ്ചപ്പാട് ലഭിക്കുന്നത്. എന്നാൽ അതിനും എത്രയോ 1000 വർഷങ്ങൾക്ക് പുറകിലാണ് മോശ ഈ കാര്യം വിശ്വാസത്താൽ ദർശിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും എന്നുള്ള കാഴ്ചപ്പാട്. ഗ്ലോറി ടു ഗോഡ്. ദൈവം ഹല്ലേലൂയ മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് മോശ വിശ്വാസത്താൽ കാണുമ്പോൾ
ഈ അഹരോനും അക്കൂട്ടത്തിൽ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിത്യജീവനിലേക്ക് കടക്കും എന്ന് താൻ വിശ്വാസത്താൽ അവിടെ ഡിക്ലെയർ ചെയ്യും. അതിൻ്റെ 12-ാമത്തെ വാക്യം വരുമ്പോൾ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടുന്നതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കും ദൈവം ഒരായുസ് തന്നിരിക്കുകയാണ്. ഇവിടെ മോശ ഒരു ബുദ്ധി ഉപദേശം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. മർത്യനെ ദൈവം എന്ത് ചെയ്യുന്നു? പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അഹരോനുണ്ടാകും, മോശയുണ്ടാകും നിശ്ചയമായി. ആ കൂട്ടത്തിൽ ഇത് ധ്യാനിക്കുന്ന ഓരോരുത്തരും കാണണമെന്ന് മോശ മനസ്സിലാക്കിക്കൊണ്ടാണ് മോശ ഇങ്ങനെ എഴുതിയത്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ. ലോകത്തിൽ ഭൗമികമായ നന്മകൾ ഉണ്ടാക്കേണ്ടുന്ന ജ്ഞാനമല്ല, ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ. എന്താ? മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കിയിട്ട് മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിനെന്ന് വിളിക്കുമ്പോൾ അത് സംഭവിക്കുന്ന കാര്യം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അതെന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ മരിച്ചവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? മടക്കി വരുത്തുന്നു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നാളുകളെ എണ്ണുവാൻ, കണക്കാക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമേ? സഹായിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ചിട്ടുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യണമെന്ന് നമ്മുടെ പൂർവ്വപിതാവായ മോശ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഹല്ലേലൂയ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് യാത്ര ചെയ്യുവാൻ വിളിച്ച് അവരെ കൊണ്ടുപോകുമ്പോൾ നിരവധി പ്രതിബന്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ആ യാത്രകളിൽ ഉണ്ടായിരുന്നു. ദൈവം അവരോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ കനാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ കണ്ണിൽ ഭക്തന്മാരായ ദൈവമക്കൾക്ക് അത് കാണുവാൻ, കനാനിലേക്ക് യാത്ര പുറപ്പെട്ടവർക്ക് മാത്രമല്ല, കനാനിലേക്ക് യാത്ര പുറപ്പെടാൻ കഴിയാതിരുന്ന ഒരു കൂട്ടം വിശ്വാസഗണമുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസെഫ് എന്നിത്യാദി ഉള്ള ഭക്തന്മാർ പോലും കനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപേ അവർ മരണപ്പെട്ടുവെങ്കിലും അവർക്ക് കനാനെ കാണുവാൻ തക്കവണ്ണം, വിശ്വാസത്താൽ കാണുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വസിക്കുമ്പോൾ ഈ ശരീരം മരണമുള്ള ശരീരമാണെങ്കിലും നമുക്കൊരു നിത്യജീവനെ ദൈവം വച്ചിരിക്കുന്നത്, നിത്യ കനാനെ ദൈവം വച്ചിരിക്കുന്നത് മരണമുള്ള ശരീരത്തിൽ ഇരിക്കുന്ന നമുക്ക് വിശ്വാസ കണ്ണിൽ നമുക്കുള്ള കനാനെ കാണുവാൻ കഴിയണം. അതാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം വിശ്വാസ കണ്ണിൽ കനാനെ എന്ത് ചെയ്തു? കണ്ടു. മാത്രമല്ല അതിനപ്പുറത്തൊരു സ്വർഗ കനാനെ കുറിച്ചും അബ്രഹാം എന്ത് ചെയ്തിരുന്നു? കണ്ടിരുന്നു. ഏറ്റവും ഉത്തമമായതിനെ താൻ കണ്ടിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ സ്വർഗീയമായതിനെ അവരുടെ യാത്രകളിൽ അവർ കണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും ഇന്ന് ഈ മരുഭൂ പ്രയാണത്തിലൂടെ എന്ത് ചെയ്യണം? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇതിനപ്പുറത്തുള്ള കാണാത്ത കാര്യങ്ങൾ, ലോകമനുഷ്യൻ കാണാത്ത കാര്യങ്ങൾ വിശ്വാസ കണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാണാൻ കഴിയണം. ഗ്ലോറി ടു ഗോഡ്. അതിനാണ് പരിശുദ്ധാത്മാവ് വചനവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയും നീതീകരണത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ അവൻ്റെ ആ പാപ അവസ്ഥകളിൽ നിന്ന്, അതിൻ്റെ അനന്തരഫലമായ നിത്യ നരകത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കേണ്ടുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിലൂടെ
ഒരുക്കിയ രക്ഷാപദ്ധതി. ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ രക്ഷാപദ്ധതി അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം, ഗ്ലോറി ടു ഗോഡ്, എല്ലാ ദിവസവും ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള ബന്ധം വളരെ ദൈവം എന്ത് ചെയ്തു? ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ദൈവം മനുഷ്യനുമായിട്ട് ആ ബന്ധത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് വചനത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിഘ്നം വരുത്തുവാൻ തക്കവണ്ണം പിശാച് അനുസരണക്കേടെന്നുള്ളൊരു വിഷയത്തിൽ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അന്യപ്പെട്ടു പോകുന്നു. ആ അന്യപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടും മടക്കിയെടുക്കുവാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറകൾ എന്ത് ചെയ്തിരുന്നില്ല? ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ വഴികളിൽ എന്ത് ചെയ്തു? ജീവിച്ചു പോയി. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ, അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ അന്വേഷിക്കുന്നതായും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായും, അങ്ങനെ ആ മനുഷ്യനും ദൈവവുമായിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും ദൈവം മനുഷ്യനുമായിട്ടൊരു ബന്ധം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. അങ്ങനെ അബ്രഹാമിനോട് ദൈവം എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അബ്രഹാമിന് ദൈവം എന്ത് ചെയ്യുന്നു? വാഗ്ദത്തം കൊടുക്കുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതി ജനിക്കും എന്നും, അതുപോലെ തന്നെ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ നിനക്ക് സന്തതികൾ ജനിക്കുമെന്നും രണ്ട് കാറ്റഗറിയിലൂടെ ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ന് പറയുന്നത് ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കുറിച്ചാണ് അത് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഈ ലോകം എത്ര അന്ധകാരമായിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, ഹല്ലേലൂയ, നക്ഷത്രം പോലെ, നക്ഷത്രം ഇരുളിൽ പ്രകാശിക്കുന്നത് പോലെ ഈ ലോകം എത്ര അന്ധകാരമായിരുന്നാലും ആത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ആ ദൈവിക പ്രകാശം ഉണ്ടായിരിക്കും. എന്നാൽ മറ്റു കാറ്റഗറി പറയുന്നത് ഇസ്മായേലിയ സന്തതികളെ കുറിച്ചാണ്. അവർ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പിറകെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തെക്കുറിച്ചും അവിടെ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നുണ്ട്. അങ്ങനെ ദൈവം മനുഷ്യനായ അബ്രഹാമിലൂടെ നിത്യനായ ദൈവം ഈ ഭൂമിയിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇറങ്ങി വന്ന് ഇടപെടുകയും അബ്രഹാമിലൂടെ ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, യാക്കോബിന്റെ 12 മക്കൾ, ആ 12 മക്കൾ 12 ഗോത്രങ്ങളായി തിരിയുന്നു. ഇസ്രായേൽ ജനം എന്നൊരു ജനത്തെ അതിൻ്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് അവർ അടിമത്വത്തിൽ നിന്ന് അവരെ കനാനിലേക്ക് ദൈവം എന്ത് ചെയ്യാണ്? മുമ്പിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് ന്യായപ്രമാണം. യഹൂദന്മാർക്ക് മാത്രമാണ് ദൈവം എന്ത് കൊടുത്തിട്ടുള്ളത്? പ്രമാണം കൊടുത്തിട്ടുള്ളത്. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും എന്നിത്യാദി കാര്യങ്ങളിലൂടെ ദൈവവുമായി, ജീവനുള്ള ദൈവവുമായി ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം അബ്രഹാമിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സമൂഹത്തിന് മാത്രമേ ദൈവം എന്ത് ചെയ്തുള്ളൂ? ദൈവത്തോട് ബന്ധം പുലർത്താനുള്ള അനുമതി കൊടുത്തിരുന്നുള്ളൂ. അതിൻ്റെ മധ്യത്തിലാണ് അബ്രഹാമിൻ്റെ സന്തതികളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള പുറം ജാതിക്കാരായ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഗ്ലോറി ടു. ഒരു പ്രമാണവും നമുക്ക് എന്ത് ചെയ്തിരുന്നില്ല? ലഭിച്ചിരുന്നില്ല. ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം നമുക്ക് കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ജാതീയമായി ലഭിച്ചിരുന്നോ? ഇസ്രായേൽ എന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ദൈവം അബ്രഹാമിനെ മാനിച്ചുകൊണ്ട് കൊടുത്തിരുന്നത്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അവർക്ക് ആ പ്രമാണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ന്യായപ്രമാണം കൊടുക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 430 വർഷം മുൻപ് അബ്രഹാമിന് ഉണ്ടായ വിശ്വാസത്തെ ദൈവം കണ്ടിട്ട് സകല ജാതികളെയും അബ്രഹാമിനുള്ള വിശ്വാസം നിമിത്തം നീതീകരിപ്പാൻ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. അങ്ങനെ യഹൂദജനത്തിനും ജാതികൾക്കും ഒരുപോലെ യേശു ക്രിസ്തുവിലൂടെ ഒരുക്കുന്ന നിത്യരക്ഷാ പദ്ധതിയാണ്
നമുക്ക് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന അബ്രഹാമിൽ നിന്ന് പുറപ്പെട്ട സന്തതികൾക്ക് മാത്രമേ ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്ന മറ്റാർക്കും യഥാർത്ഥമായ സത്യദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയുന്ന മറ്റൊരു മാർഗങ്ങളും ദൈവം തീരുന്നില്ല, അനുവദിച്ചിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം സകല മനുഷ്യർക്ക്, ഏതൊരു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ന്യായപ്രമാണത്തിലൂടെയുള്ള ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന കാര്യവും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ പിതാവാൻ ദൈവത്തോട് ബന്ധം പുലർത്തുന്ന കാര്യങ്ങളും എന്ത് ചെയ്യാണ്? നമ്മൾ ഈ വചനത്തിലൂടെ കാണുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നീതീകരണം, യേശുക്രിസ്തുവിലൂടെ ഉള്ള നീതീകരണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ച ഒരു ശരീരം ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം മാത്രമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശിക്ഷാവിധി കർത്താവിൻ്റെ മേലായി. നമ്മൾ ന്യായപ്രമാണത്തെ യഹൂദജനം എന്ത് ചെയ്യുന്നില്ല? അനുസരിച്ചില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് ഒരു ജഡവും എന്ത് ചെയ്തില്ല? നീതീകരിക്കപ്പെട്ടിരുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ എന്നുള്ളത് മാത്രമല്ല, മറ്റനേക കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ന്യായപ്രമാണ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നൂറുകണക്കിന് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ. ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷാവിധികളും അതിന് പരിഹാരങ്ങളും യാഗങ്ങളും ക്രമങ്ങളും ഒക്കെ ദൈവവചനത്തിലൂടെ കാണാനായിട്ട് കഴിയും. അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ലഭിച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുവാൻ ദൈവം അബ്രഹാമിലൂടെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന് അത് കാണാൻ എന്ത് ചെയ്തില്ല? അത് പ്രാപിക്കാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുവാൻ എന്ത് ചെയ്തില്ല? അവർക്ക് കഴിഞ്ഞില്ല. കഴിയാതിരുന്നിടത്താണ് ലോകത്തിലുള്ള സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ആത്മാവിന്റെ നിത്യരക്ഷ പ്രാപിക്കുവാൻ ദൈവം പദ്ധതി എന്തിയിരിക്കുന്നത്? വച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ആ പദ്ധതിക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ചവർ പോലും ന്യായപ്രമാണ പ്രകാരം നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്തില്ല? കഴിയാതെ പോയി. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയാതെ പോയി. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അബ്രഹാമിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ് മോശ മുഖാന്തരം ന്യായപ്രമാണം ദൈവം ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിലൂടെയുള്ള വിശ്വാസ നീതീകരണത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ദൈവം വെളിപ്പെടുത്തുകയാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ എന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. അത് തനിക്ക് വേണ്ടി മാത്രമല്ല, ഈ വിശ്വാസമുള്ള ഏതൊരു മനുഷ്യന്റെയും ആത്മാവിന്റെ നീതീകരണത്തിന് ദൈവം അതെന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ കേവലം ഭൗമികമായ ചില കാര്യങ്ങൾക്കുള്ള പരിഹാരം ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസവുമായിട്ടാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷ എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ വഴുതി മാറിയിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാലോ നമ്മുടെ ആത്മാവിന്റെ നിത്യജീവന് വേണ്ടിയിട്ടുള്ള വിശ്വാസത്തെ നമ്മൾ വളർത്തിയെടുക്കുവാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് അത് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനും ആ വിശ്വാസത്തിന്റെ അളവ് ദൈവം നമുക്ക് പകുത്തു തരുവാനും അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മുടെ ജീവൻ, സർവ്വലോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിനെ നമുക്ക് നിത്യതയിൽ രക്ഷയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ കാണുവാനും അതിൽ പ്രവേശിപ്പാനും ഇടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ എന്ത് ചെയ്യരുത്? ശിശുക്കളാകരുത് എന്നാണ്. ഹല്ലേലൂയ. കാരണം സർവ്വലോകത്തേക്കാൾ വിലപ്പെട്ട ജീവന്റെ ആമേൻ ആ നിത്യരക്ഷയാണ് നമ്മൾ യേശുക്രിസ്തുവിലൂടെ വചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർമാനമായ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകും. ന്യായപ്രമാണം കൊടുത്തത് ആർക്കാണ്? യഹൂദ ജനത്തേക്കാണ്.
യഹൂദ ജനത വിട്ടിട്ട് ലോകത്തിൽ ഒരു ജാതികൾക്കും ഈ പ്രമാണം എന്ത് ചെയ്യുന്നില്ല, ലഭിച്ചിരുന്നില്ലെങ്കിൽ അതിന് അർത്ഥം എന്താണ്? ഈ പ്രമാണത്തിലൂടെ അല്ലാതെ നിത്യനായ ദൈവത്തോട് ബന്ധം പുലർത്താൻ എന്ത് ചെയ്യത്തില്ല, ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കൂട്ടം ആൾക്കാർക്ക് മാത്രമാണ് അതെന്ത് ചെയ്തിരുന്നത്, ലഭിച്ചിരുന്നത്. അവരോ അത് എത്തിപ്പിടിക്കാനായിട്ട് അവരെന്ത് ചെയ്തിരുന്നു, അവർ ശ്രമിച്ചിരുന്നു. അനുസരിക്കുന്നതിലൂടെയുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം, ഉടമ്പടികളിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം, അതിൽ വിഘ്നമുണ്ടാകുമ്പോൾ അതിന് പരിഹാരമായിട്ടുള്ള യാഗങ്ങൾ ചെയ്ത് അവർ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ അവരെന്ത് ചെയ്തു, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവർ ഏവരും ശാപഗ്രസ്തരാകുന്നു എന്ന് പറയേണ്ടതിന് കാരണം എന്താണ്? അതനുസരിക്കുന്നവൻ മാത്രമേ അതിനാൽ എന്ത് ചെയ്യത്തുള്ളൂ, ജീവിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? നിത്യതയിൽ പ്രവേശിക്കത്തുള്ളൂ എന്നാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും. ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചത് ആരാണ്? യഹൂദജനം മാത്രമാണ്. കാരണം എന്താണ്? ന്യായപ്രമാണം വേറെ ആർക്കും ദൈവം എന്ത് ചെയ്യുന്നില്ല, കൊടുത്തിരുന്നില്ലെങ്കിൽ പിന്നെ കിട്ടാത്ത ജനം എങ്ങനെ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കും? അപ്പോൾ ഇത് ആരെക്കുറിച്ച് പറയുന്നു? യഹൂദ ജനതയെക്കുറിച്ച് പറയുന്നു. ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. കാരണം എന്താണെന്ന് അതേ വാക്യത്തിൽ തന്നെ പറയുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തി എന്തിൻ്റെ കീഴിൽ വരും? ശാപത്തിൻ്റെ കീഴിൽ വരും. ഈ ശാപം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമിയിൽ ശപിക്കപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല. ആ വ്യക്തിയുടെ ആത്മാവ് നിത്യമായ ശാപത്തിലേക്ക്, അതായത് നിത്യമായ നരകത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നില്ല, നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ഉണ്ടോ? ന്യായപ്രമാണത്താൽ ആരും എന്നുള്ള പദം കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചതാണ്. ആരും എന്ന് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണ പുസ്തകം ലഭിച്ചത് ആർക്കാണ്? ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ്, യഹൂദന്മാർക്ക് മാത്രമാണ്. അതിൽ ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്. അതുപോലെ തന്നെ എന്താണ്, റബികളുണ്ട്. എല്ലാത്തെയും എന്ത് ചെയ്യുന്നു? മകളിൽ ആത്മീയ ഗുരുക്കളായിട്ടുള്ളവർ. അവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ദൈവസന്നിധിയിൽ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ഗ്ലോറി ടു ഗോഡ്. തൊട്ടടുത്ത വാക്യം എന്താണ് പറയുന്നത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത് നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ നിത്യജീവൻ. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിക്കണം? നീതീകരണം ലഭിക്കണം. നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന നീതീകരണം. ആ നീതീകരണമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നിത്യജീവൻ ലഭിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിൽ ജീവിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നീതീകരണം ലഭിച്ച ഒരു വ്യക്തി ദൈവത്തോട് ജീവിക്കുന്നു. നീതീകരണം എന്ത് നീതീകരണം? ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെയുള്ള നീതീകരണം. അങ്ങനെ ന്യായപ്രമാണം അനുസരിച്ച ഒരു ശരീരം മാത്രമേ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്തുള്ളൂ, ഈ കാലത്തിലൂടെ യാത്ര ചെയ്തുള്ളൂ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മുതൽ അന്തിമമായി ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് വളർന്നത് അതിൽ വലുതായി ആൽ പോലും ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ഒരു ശരീരം ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നത് നോക്കിയാൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി എന്താണ്? നിത്യജീവൻ. ഈ നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ പ്രമാണം എന്ത് ചെയ്തേ പറ്റൂ? അനുസരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നിത്യജീവൻ അവകാശമാക്കിയ ഒരു ശരീരം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ, യേശുവിൻ്റെ ശരീരം. ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ചത് കൊണ്ട് കർത്താവിനെ അടക്കം ചെയ്തുവെങ്കിലും മൂന്നാമത്തെ ദിവസം കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു. കാരണം പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, പുനരുദ്ധാനം പ്രാപിക്കും, നിത്യജീവൻ പ്രാപിക്കും. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. മനുഷ്യന് നിത്യജീവൻ ഉണ്ടെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കാണിച്ചു. അതുകൊണ്ടാണ് ക്രൂശ് മരണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം പടച്ചു.
കാരണം അതുവരെയും ഈ ശിഷ്യന്മാരോടൊപ്പം ഫിസിക്കലി നടന്ന കർത്താവ് വളരെ വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോകയിൽ. എവിടെ പോകുന്നു? മരണത്തിലേക്ക് പോകുന്നു. പോയിട്ട് ഞാൻ മടങ്ങി വരും. അന്ന് വരെയും എന്ത് ചെയ്യുന്നില്ല? കാണാത്തൊരു കാര്യമാണ്. ശിഷ്യന്മാർ പകച്ചു നിൽക്കുകയാണ്. കാരണം യേശു സധൈര്യം പറയുകയാണ്, ഞാൻ മരണത്തിലേക്ക് പോകുകയും ഞാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യും. ഇവരുടെ ഹൃദയം കലങ്ങിപ്പോയി. കാരണം അതുവരെ ഈ കാര്യം എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവ് എന്നുള്ള, മരണത്തിന് ശേഷം ആ മനുഷ്യൻ മടങ്ങി വരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഭൂമി എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ലാത്ത കാര്യം കർത്താവ് പറയാണ്, ഞാൻ മരണത്തിലേക്ക് പോകുകയും ഞാൻ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറയുക. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. പിതാവിൽ വിശ്വസിപ്പിൻ, ജീവന്റെ സ്രോതസ്സായ പിതാവിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എന്ത് ചെയ്യുവിൻ? വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. കർത്താവ് ക്രൂശ് മരണത്തിലേക്ക് പോവുകയും ന്യായപ്രമാണം സംബന്ധിച്ച് കർത്താവ് അനന്യനാകയാൽ അവൻ അടക്കം ചെയ്തുവെങ്കിലും മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? ന്യായപ്രമാണം പ്രമാണിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ എൻ്റെ ശിക്ഷാവിധിയും അവൻ്റെ മേലായി, ഞാൻ പ്രാപിക്കേണ്ടുന്ന നിത്യജീവനും കർത്താവിലൂടെ. അപ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ അവകാശവാദം എന്താണ്? എൻ്റെ നീതിമാൻ എന്ന് പറയുമ്പോൾ കർത്താവ് നീതീകരിച്ച നീതിമാൻ. നമ്മുടെ നീതീകരണത്തിന് നമുക്ക് പ്രമാണം ലഭിച്ചിരുന്നവരാണോ? ആണോ? അല്ല. യഹൂദ ജനതയ്ക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ അവർ അന്വേഷിച്ച കാര്യം, അനുസരണത്തിലൂടെ എത്താൻ ശ്രമിച്ച കാര്യം അവർക്ക് സാധിക്കാത്തത് യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണം അവകാശമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. എന്തോ ഒരു കൃപയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇസ്രായേൽ മക്കളോട് അഭിഷേകം പ്രാപിച്ച പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോഴും അവരെന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നില്ല. സ്തെഫാനോസ് പ്രസംഗിച്ചപ്പോഴും കൈക്കൊള്ളുന്നില്ല. അപ്പോസ്തലനായ പൗലോസ്, ബർന്നബാസ്, അങ്ങനെ ഒത്തിരി അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ട് യഹൂദന്മാർ എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളാതെ വന്നപ്പോൾ നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരായി നിങ്ങൾ തീർത്തിരിക്കുകയാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. വിശ്വാസ നീതീകരണത്തിന്റെ ദൈവിക പദ്ധതികളുമായി ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് തൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ യഹൂദ ജനതയെ വിട്ട് ജാതികളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഞാനും നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവന്റെ കൃപകൾ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതേ വാക്യം, അതായത് ഗലാത്യർ 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തിലാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് സെയിം കാര്യം നമുക്കൊന്ന് ചിന്തിക്കണമെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 32-ാം വാക്യം മുതൽ നമ്മളൊന്ന് ഓടിച്ച് വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. അപ്പോൾ ഇവിടെ ദൈവം നൽകിയ പ്രകാശനത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ് ഇവിടെ പറയുക? യഥാർത്ഥമായ കാഴ്ചപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ലഭിച്ചവർ ഈ ലോകത്തിൽ എന്ത് ചെയ്യും? നിന്ദിക്കപ്പെടും. മനസ്സിലായോ? ലോകത്തിൽ മാനിക്കപ്പെടും എന്നല്ല ഉള്ളത്, നിന്ദിക്കപ്പെടും. ദൈവികമായ പ്രകാശനം ലഭിച്ചിട്ടുണ്ടോ ഈ ലോകത്തിൽ എന്ത് ചെയ്യും? നിന്ദിക്കപ്പെടും. രണ്ടാമത് എന്ത് സംഭവിക്കും? പീഡകളുണ്ടാവും. ശരിയായ ദർശനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? മാന്യത ഉണ്ടാവുന്നല്ല, പീഡകളുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് എന്തായിട്ട് തോന്നും? കൂത്തുകാഴ്ചയായിട്ട് തോന്നും. ഇവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിന്ന, പീഡ, അടുത്ത ലെവലാണ് എന്ത്? കൂത്തുകാഴ്ച. എന്ത് കൂത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത അവരുടെ എന്ത് ചിന്ത. കൂത്തുകാഴ്ച ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീരും. എന്ന് വെച്ചാൽ നിന്റെ കൂട്ടുകെട്ട് പിന്നെ ആരോടായിരിക്കും? ഈ വക, അതായത് നിന്ദിക്കപ്പെടുന്ന, ദുഷിക്കപ്പെടുന്ന, കൂത്തുകാഴ്ചയെ ഭവിക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് പിന്നെ എന്തായി ഒരു കൂട്ടായ്മ എന്ത് ചെയ്യും? ഉണ്ടാവും. കൂത്തുകാഴ്ച ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ എന്താ?
നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചയായിട്ടുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ എന്ത് ചെയ്യും? ഉണ്ടാവും. ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം എന്താണെന്ന് അറിയാം. ഇന്ന് കൂടുതൽ ആൾക്കാർ പലപ്പോഴും പല കൂട്ടായ്മകളിലോട്ട് പോകുന്നു പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ കുപ്പിയും പാലുമായിട്ട് കൊണ്ടുപോകും പോലെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അവിടെ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ പലയിടത്തും എന്തേ കട്ടിയായ ദൈവത്തിൻ്റെ വചനം കേൾക്കാനൊന്നും ആൾക്കാർക്ക് എന്തല്ല താല്പര്യമില്ല. ഇപ്പോഴും ഒന്നാണ് കുപ്പിപ്പാലും കുടിച്ചുകൊണ്ട് നടക്കാനാണ് ആൾക്കാർക്ക് എന്തേ താല്പര്യം. അങ്ങനെ ഫീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഡേ കെയർ ചെയ്യുന്നു, വൈകിട്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പ്രിയമുള്ളവരെ, നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച പ്രായം തികഞ്ഞ ഇന്ദ്രിയങ്ങളുള്ളവർക്കാണ് ദൈവത്തിൻ്റെ കട്ടിയായ ദൈവത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിപ്പാനിടയാകും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അതിനായിട്ട് എന്ത് ചെയ്യട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 33-ാമത്തെ ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്ന് ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. ശരിയായ വിശ്വാസത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തി ജീവിതത്തിനും ഇതുപോലുള്ള ഒരു പൂർവ്വകാലം കാണും. കഷ്ടങ്ങളും നിന്ദകളും മറ്റുള്ളവരുടെ കൂത്തുകാഴ്ചയായി ഭവിച്ചും കൊണ്ടുള്ള കാലം. 34-ാമത്തെ വാക്യം, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ. ഇവിടെ തടവുകാരെന്ന് പറയുന്നത് ആരാണ്? സാത്താൻ്റെ തടവുകാരെ കുറിച്ചാണ് പറയുന്നത്. ഈ സാത്താൻ്റെ തടവുകാരെന്ത് ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? നിന്ദിക്കും. സാത്താൻ്റെ തടവുകാർ നിങ്ങളെന്ത് ചെയ്യും? പീഡിപ്പിക്കും. സാത്താൻ്റെ തടവുകാരെന്ത് ചെയ്യും? നിങ്ങളെ കൂത്തുകാഴ്ചയായിട്ട് അവർ കാണും. ഈ സാത്താൻ്റെ തടവുകാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? സഹതാപം കാണിക്കണം. നമ്മളങ്ങനെ കാണിക്കുന്നുണ്ടോ? നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ ആരിൽ നിന്നാണ് വരുന്നത്? തടവുകാരിൽ നിന്നാണ് വരുന്നത്. ആരെ തടവുകാരാണ്? സാത്താൻ്റെ തടവുകാരിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ ശരിയായ ട്രാക്കിലാണ് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. ഓക്കെ, അവരോട് സഹതാപം കാണിച്ചതല്ലാതെ അടുത്തെന്താ പറയുന്നത്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഓരോ വിശ്വാസികളെയും അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ സമ്പത്ത് ഉൾപ്പെടെ എന്ത് ചെയ്തു? പിടിച്ചു പറിച്ചിട്ട് ഇറക്കി വിടുന്ന അനുഭവം നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അറിയാം. ഒന്നുമില്ലാത്ത അവസ്ഥകളിലേക്ക് വിശ്വാസം ഏറ്റെടുക്കുന്നവരെ അവരുടെ കുടുംബങ്ങൾ എന്ത് ചെയ്യും? തകർത്ത് കളയും. അവരുടെ സമ്പത്തുകളെ എന്ത് ചെയ്യും? അപഹരിച്ചിട്ട് ഇവരെ എടുത്തു കളയും. സ്തോത്രം. ഇതൊക്കെയാണ് അന്നത്തെ പീഡ. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകും. കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ അവരെന്ത് ചെയ്തു? രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ഉണ്ടായ വിഷയമാണ്. ഇന്ന് ആൾക്കാർ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്? ലോകപ്രകാരമുള്ള എല്ലാ അനുഗ്രഹവും എന്ത് ചെയ്യണം? ഉണ്ടാകണം. അന്നത്തെ കാലഘട്ടത്തിലോ സമ്പത്തുകളുടെ അപഹാരം നടന്നു. ആ അപഹാരം നടന്നപ്പോൾ ഉത്തമമായ സമ്പത്തുണ്ടെന്ന് അവരെന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. എന്താണ് ഉത്തമമായ സമ്പത്ത്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ അവർ സഹിച്ചു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കഷ്ടങ്ങളുണ്ടായി, നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചകൾ എന്നുള്ള കഷ്ടങ്ങളും ഉണ്ടായി. രണ്ടാമതുണ്ടായ കാര്യം എന്താണ്? അപഹാരവും ഉണ്ടായി. കഷ്ടങ്ങളും അപഹാരങ്ങളും അവർക്കുണ്ടായപ്പോഴും അവർ എന്ത് ചെയ്തു? അവർക്ക് ദൈവം കൊടുത്ത രക്ഷയിൽ സന്തോഷിച്ചു. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്ന് കയറുമ്പോഴുള്ള സന്തോഷമല്ല ഇവിടെ പറയുന്നത്. ഇന്ന് ആൾക്കാർ വിശ്വസിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലുമൊക്കെ നന്മകൾ ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യണം? നിറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കും. എന്നാൽ അന്നോ? ഗ്ലോറി ടു ഗോഡ്. കാരണം എന്താണ്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന, ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പത്തും ഇല്ല. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അന്ന് ഭക്തന്മാർക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിലെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. 35-ാം വാക്യം, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. എന്താണ് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാപ്രതിഫലമുള്ളതാണ്. ആ മഹാപ്രതിഫലമുള്ള ധൈര്യം നീ എവിടെ കാണിക്കണം? കഷ്ടം വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, കൂത്തുകാഴ്ച വരുമ്പോൾ, അപഹാരം ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? സഹിക്കണം. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്?
തള്ളിക്കളയരുത്. ഈ കഷ്ടം വരുമ്പോഴും, നിന്ദകൾ വരുമ്പോഴും, കൂത്തുകാഴ്ച വരുമ്പോഴും, അപഹാരങ്ങൾ ഉണ്ടാകുമ്പോഴും, എന്തു വിഷയം ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്കുള്ള ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളഞ്ഞ് പിന്മാറിപ്പോകരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? സഹിഷ്ണുത. കാരണം എന്താണ്? വാഗ്ദത്തം പ്രാപിക്കണം. എന്താണ് ഇവിടെ പറയുന്ന വാഗ്ദത്തം? നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇവിടെ വായിക്കുന്ന എന്താണ്? ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഭൗമികമായ ചില കാര്യങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് എന്തല്ല വിഷയമല്ല. നന്മകൾ വന്നാലും വന്നില്ലെങ്കിലും എന്തല്ല വിഷയമല്ല. കാരണം എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മുമ്പിലോട്ട് യാത്ര ചെയ്യുന്നവരാണ്, കനാനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇസ്രായേൽ മക്കൾ പോലും പുറപ്പെട്ടവരിൽ 30 ലക്ഷത്തിൽ 2 പേർക്ക്, യോശുവയും കാലേബിനും മാത്രമേ കനാൻ കാലുകുത്തി അവർക്ക് ഇത് നമുക്ക് അവകാശമായി തരുമെന്ന് വിശ്വസിക്കാൻ ചെയ്തല്ലോ കഴിഞ്ഞുള്ളൂ. എന്നാൽ അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ് എന്നിത്യാദി ഭക്തന്മാർക്ക് ഈ മരുഭൂമിയിലൂടെ കനാനിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവർ വിശ്വാസത്താൽ കനാനിൽ എൻ്റർ ചെയ്തു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നു? ഭൗമികമായൊരു ശരീരത്തിൽ ഇന്ന് എന്ത് ചെയ്യാണ്? ആയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പുനരുദ്ധാനം നമ്മൾ എന്ത് ചെയ്തു? കാണുകയാണ്, വിശ്വസിക്കുകയാണെങ്കിൽ ഈ മരണമുള്ള ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയും നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും അശേഷം അനിന്യമാവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമെന്നുള്ളത് കാണാനും വിശ്വസിക്കാനും നമുക്ക് കഴിയത്തില്ലേ? അത് കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 37-ാമത്തെ വാക്യത്തിൽ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നിട്ട് തൊട്ടടുത്ത വാക്യം എന്താണ്? എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ഈ വചനം എന്ത് ചെയ്യുന്നത്? കോട്ട് ചെയ്യുന്നു. ഇന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എവിടെ? ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്നതാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? എടുത്ത് കോട്ടി മാറ്റി വെക്കുന്നത്. വചനം വ്യക്തമായി പറയുന്നു, വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ, അതായത് ക്രിസ്തുവേശുവിലൂടെ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയും ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന പുനരുദ്ധാനം എന്ന നീതീകരണവും യേശുക്രിസ്തു എന്ത് ചെയ്തു? ക്രൂശ് മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെ എന്ത് ചെയ്തു? തെളിയിച്ചു. സ്വർഗാരോഹണം ചെയ്തിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? മടങ്ങി വരും, നിങ്ങൾ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളും. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ഈ വാഗ്ദത്തം ചെയ്തവൻ എന്ത് ചെയ്യും? വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്താ? വരുന്നവനോടുകൂടി നിത്യതയിൽ 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 എന്നേക്കുമായി ജീവിക്കും. ഇതേ കാര്യമാണ് നമ്മൾ നേരത്തെ ഗലാത്യർ നമ്മൾ വായിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നു. സ്തോത്രം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. ആ കാര്യത്തെയാണ് എബ്രായ ലേഖനത്തിലും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. ഹല്ലേലൂയ. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് എന്തില്ല? പ്രസാദമില്ല. ഗ്ലോറി ടു ഗോഡ്. എന്താണ് പിന്മാറ്റം? ഈ വിശ്വാസ നീതീകരണത്തിൽ നിന്ന് പിന്മാറുന്നവരിൽ ദൈവത്തിന് എന്തില്ല? പ്രസാദമില്ല. 29-ാമത്തെ വാക്യം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പൊ പിന്മാറുന്നവർ എങ്ങോട്ടാ പിന്മാറുന്നത്? നാശത്തിലേക്ക്. ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാപദ്ധതിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നവരെല്ലാവരും എങ്ങോട്ട് പോകും? നാശം. ഇവിടെ ഉദ്ദേശിക്കുന്ന നാശം ലോകത്തിൽ സംഭവിക്കുന്ന നാശമല്ല, നിത്യ നരകമെന്ന നാശം. ആ നിത്യ നരകമെന്ന നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല നമ്മൾ. അങ്ങനെയുള്ള കൂട്ടവും ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഹല്ലേലൂയ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ ഓർത്ത് വേണം. യേശുവിൻ്റെ നാമം പറഞ്ഞ് നമുക്ക് മനുഷ്യനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ യേശുവിൻ്റെ നാമം പറഞ്ഞ് യേശുവിനെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ എന്ത് ചെയ്യാൻ പറ്റും?
പറ്റിക്കാനും വഞ്ചിക്കാനും ഒക്കെ പറ്റും. പക്ഷെ യേശുവിൻ്റെ നാമം പറഞ്ഞ് യേശുവിനെ വഞ്ചിക്കാൻ പറ്റത്തില്ല, യേശുവിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ അവൻ്റെ നാമം എടുക്കുമ്പോൾ ഓർക്കണം. അതുകൊണ്ട് അവൻ്റെ നാമം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യരുത്? എടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം അറിയണം. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവവചനത്തിൽ. ഹല്ലേലൂയ. ആത്മാവ് ദൈവസഭയോട് സംസാരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. റബിമാർ ഇന്നും എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിലൂടെ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാമെന്ന് നോക്കിയിരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ ഇന്ന് അന്വേഷിച്ച് നടക്കുന്നതാണ് കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ നന്മകൾ അന്വേഷിച്ചു പോകുമ്പോൾ മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 80 എന്നുള്ള കാലഘട്ടം. ഗ്ലോറി ടു ഗോഡ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടത്തെ നോക്കിയാൽ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാനുള്ള ഓട്ടമാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അത് എത്രയോ ഓടാൻ പറ്റത്തുള്ളൂ? 80 വയസ്സോ അല്ലെങ്കിൽ 100 വയസ്സ് വരെ വെച്ചോ. അത് കഴിഞ്ഞാൽ എവിടെ ഓടും? അതിനു മുമ്പ് അവൻ്റെ ആത്മാവിൻ്റെ നിത്യരക്ഷ പ്രാപിക്കുവാനുള്ള ജീവന്റെ അപ്പം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പം ഞാനാകുന്നു കർത്താവ് വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. അതിനെ ഭക്ഷിപ്പാൻ മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത കർത്താവിന്റെ പാദത്തിൽ നിന്ന് അവൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനത്തെ ഉൾക്കൊള്ളുന്നു. അത് കർത്താവ് പറയുന്നത് ആർക്കും അവളിൽ നിന്ന് അപഹരിക്കാൻ കഴിയത്തില്ല. ലോകത്തിൽ ആർക്കും, ഒരു പൈശാചിക മണ്ഡലത്തിലുള്ള അന്ധകാര ശക്തികൾക്കും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചെടുക്കുന്ന വചനത്തെ അപഹരിച്ച് കളയാൻ ആർക്കും സാധിക്കത്തില്ല. അത് നിത്യജീവനിലേക്ക് ഉയർന്നു വരുന്ന ജീവജലത്തിന്റെ ഉറവയായി മാറും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 39 വാക്യം വീണ്ടും വായിക്കാം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ എന്ത് ലഭിക്കും? ജീവരക്ഷ, ആത്മാവിന്റെ രക്ഷ. എന്നിട്ട് അവിടെ വിശ്വാസം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്? പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 11-ാമത്തെ അധ്യായം എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇതിനെ പലപ്പോഴും ആൾക്കാരെന്താ പറയുന്നതെന്ന് അറിയോ? നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുവേണം? ശക്തമായ ആശ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വേണം. നിങ്ങൾക്കതിപ്പോൾ കാണാൻ എന്ത് ചെയ്യുന്നില്ല, ലഭിച്ചില്ലെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? വിശ്വസിച്ചോണം. ഹല്ലേലൂയ. എന്ത് ബോഷത്വമാണ് ആൾക്കാരെ പഠിപ്പിക്കുന്നത്. പാവം ജനത്തിന് അറിയത്തില്ലല്ലോ. അവരെന്ത് ചെയ്യും? അന്തം വിട്ടങ്ങ് വിശ്വസിക്കും. ഇവിടെ വായിച്ചു വന്നതിൻ്റെ തുടർമാനമായിട്ടാണ് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഇവിടെ എന്താണ് ആശിക്കുന്നത്? വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ വാഞ്ച എന്താണ്? അവനെ രക്ഷിച്ചവനെ കാണാൻ, അവനെ വീണ്ടെടുത്തവനെ കാണാൻ, അവനെ ശുദ്ധീകരിച്ചവനെ കാണാൻ, അവനെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്നവനെ കാണാൻ. അത് അവനെ കാണുന്നത് എപ്പോഴാണ്? വരാനുള്ളവൻ വരും, താമസിക്കയില്ല. ആ കാര്യത്തെ കാത്തിരിക്കുകയാണ്. അതിനെയാണ് വിശ്വസിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശിക്കുന്നത് എന്താണ്? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. 10:37 വായിച്ചത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അവൻ വരും എന്നുള്ള കാര്യത്തിൽ എനിക്കെന്തുണ്ട്? നിശ്ചയമുണ്ട്. അതാണ് വിശ്വാസം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ ഞാൻ എന്ത് ചെയ്യും? ജീവിക്കും, നിത്യതയിൽ ജീവിക്കും. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഇന്ന് ഉള്ളത്. അബ്രഹാമിനെയും ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ചതിന് ശേഷം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. നിന്നെയും ദൈവം വിളിച്ചിരിക്കുമ്പോൾ നിത്യമായ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായിട്ടിരിക്കുന്നവരോട് കൂടിയാണോ നീ കൂട്ടായ്മ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. വേറെ എങ്ങും പോയി എന്ത് ചെയ്തില്ല? കൂട്ടായ്മ ആചരിച്ചില്ല. വാഗ്ദത്തത്തിന്, നിത്യമായ വാഗ്ദത്തം, നിത്യമായ കനാൻ, ആത്മാവിന്റെ നിത്യരക്ഷയെ കുറിച്ചിട്ട് വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചവരോടുകൂടി വേണം എന്ത് ചെയ്യാൻ? കൂട്ടായ്മ ആചരിക്കാൻ. അല്ലാത്ത പക്ഷം നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താണ് ആശിക്കുന്നത്? വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കാണാത്ത കാര്യം. അത് ഈ 2000 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? സംഭവിച്ചോ?
കാണാത്ത കാര്യമാണ്. ലോകത്തിൽ ലോകപരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം എന്താണ്? ആർക്കെങ്കിലുമൊക്കെ ഉള്ള കാര്യമല്ലേ ഇവ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നു. ഇപ്പൊ വീടില്ലാത്തവൻ വീട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യമാണോ? ആർക്കെങ്കിലും ഉള്ളതല്ലേ? ഒരു യാത്ര ചെയ്യാനൊരു വാഹനം ഇതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല, നമുക്കതൊക്കെ ആവശ്യമാണ്. അവൻ ആഗ്രഹിക്കുമ്പോൾ വേറെ ആർക്കും വാഹനങ്ങളില്ലേ? അവൻ എന്തെങ്കിലും ലോകപരമായിട്ടുള്ള കാര്യം ആഗ്രഹിക്കുമ്പോൾ ഓർത്തോണം, അത് കാണാത്ത കാര്യമാണോ? അത് എവിടെയെങ്കിലുമൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത കാര്യം എന്താണ്? ഞാൻ പോവുകയും മടങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? മടങ്ങി വന്നിട്ടില്ല. ആ കാണാത്ത കാര്യം ഞാൻ വിശ്വാസ കണ്ണിൽ എന്ത് ചെയ്യാണ്? കാണുകയാണ്. ഗ്ലോറി ടു ഗോഡ്. വരുവാനുള്ളവൻ താമസിക്കുകയില്ല. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആശിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ചേർക്കപ്പെട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. അതാണ് ഞാൻ ആശിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ഈ 2000 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? കാണാത്ത കാര്യമാണ്. പക്ഷെ അവൻ്റെ വരവിൽ ഞാൻ 100% എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം 11:3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇപ്പൊ രണ്ടാമതൊരു കാര്യത്തെ ഇവിടെ മറ്റൊരു കാര്യം കൊണ്ട് പ്രൂവ് ചെയ്യാണ്. ഈ കാണുന്ന ലോകം, നമ്മൾ കാണുന്ന ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു. ഈ കാണുന്ന ലോകം ദൃശ്യമായതിനെ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ശാസ്ത്രവും അതെന്ത് ചെയ്യുന്നുണ്ട്? തെളിയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൂലപദാർത്ഥം ആറ്റം തിയറിക്കകത്ത് ഉൾപ്പെടുന്നതാണ് ഈ കാണപ്പെടുന്ന സകലതും. ആറ്റം തിയറിക്കകത്ത് ഉൾപ്പെടാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവം മനുഷ്യന് അവനെ തന്നെ സന്നിവേശിപ്പിച്ച് അവൻ്റെ ആത്മാവ് മാത്രം. ബാക്കിയെല്ലാം ആറ്റം തിയറിക്കകത്ത് എന്ത് ചെയ്യുന്ന വരുന്നതാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എല്ലാവരും അതെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കില്ല. ഒത്തിരി ആൾക്കാർ പൊട്ടിത്തെറിച്ചുണ്ടായെന്നാണ് എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സാധനം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ? അതിൽ തന്നെ നമുക്ക് ഖണ്ഡിക്കാൻ പറ്റും. പൊട്ടിത്തെറിച്ച കാര്യം എന്തെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ ഉണ്ടാക്കിയാലല്ലേ എന്ത് ചെയ്യത്തുള്ളൂ? ഉണ്ടാക്കിയ സാധനം പൊട്ടിത്തെറിക്കും. അപ്പൊ അതിൽ തന്നെ ഒറ്റ പദത്തിൽ തന്നെ ശാസ്ത്രം പറയുന്ന കാര്യത്തെ നമുക്ക് കണ്ണിച്ചു കളയാൻ കഴിയും. പൊട്ടിത്തെറിച്ചൊരു കാര്യം എന്ത് ചെയ്യാൻ പോണില്ല? ഉണ്ടാകാൻ പോണില്ല. തലയ്ക്കകത്ത് ബോധമുള്ളവന് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിന്റെ പുറകിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? ഈ കാണുന്ന ലോകത്തിന് കാണാത്തതിനെ കൊണ്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ആറ്റം തിയറിക്കകത്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അതെവിടെ നിന്ന് വന്നു എന്ന് ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം എല്ലാവരും നാം വിശ്വാസത്താൽ അറിയണം. ഇത് എന്തിനെ വിശ്വസിക്കാനാണ് ഈ ഭൗമികമായ കാര്യം പറഞ്ഞിരിക്കുന്നത്? വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വരുന്നവനോടുകൂടെ ജീവിക്കും. ആദ്യം നീ എന്ത് കാര്യം വിശ്വസിക്കണം? നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി ആരാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം നീ ആദ്യം എന്ത് ചെയ്യും? അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീ ആദ്യം തറയിൽ നില്ല്, എന്നിട്ട് നീ സ്വർഗത്തിലെ കാര്യം എന്ത് ചെയ്യും? വിശ്വസിക്കുക. നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം ലോകമനുഷ്യൻ വിശ്വസിക്കാതിരിക്കുമ്പോൾ നീ വിശ്വാസത്താൽ നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിത്യമായ സ്വർഗത്തിലേക്ക് നിന്റെ ആത്മാവിൻ്റെ രക്ഷ ഒരുക്കിയ രക്ഷാപദ്ധതി നിനക്ക് വിശ്വസിക്കാൻ കഴിയും. നീ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ സൃഷ്ടാവ് ആരാണെന്ന് നീ അറിയാത്ത പക്ഷം നിന്റെ ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവൻ, നിത്യസ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെ വിശ്വസിക്കും? സെക്കരിയാവ് 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ എഴുതിയിരിക്കുന്നു. ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുകയും ചെയ്യുന്നവനായ ദൈവം. ഭൂമിയുടെ അടിസ്ഥാനം ദൈവം വച്ചിരിക്കുന്ന എവിടെയാണ്? വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം. ആകാശം വിരിച്ചാൽ ഭൂമിക്ക് അടിസ്ഥാനം ആവുമോ? എന്താണ് ആകാശത്തിലെ ഭൂമിയുടെ അടിസ്ഥാനം? നിരവധി ഗോളങ്ങൾ, ഉപഗ്രഹങ്ങൾ ഒക്കെ കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? അത് കാന്തിക വലയം എന്ത് ചെയ്യാണ്? ഒരു ഗോളം പോകുന്ന റൂട്ടിലല്ല അടുത്ത ഗോളം എന്ത് ചെയ്യുന്നത്? ഒരു ഉപഗ്രഹം പോകുന്ന വഴിയിലല്ല അടുത്ത ഉപഗ്രഹം എന്ത് ചെയ്യുന്നത്? പോകുന്നു. ഓരോന്നിനും അത് അതിൻ്റെതായിട്ടുള്ള പന്ഥാവുകളെ ദൈവം എന്ത് ചെയ്തു? ഒരുക്കി ഒരു കാന്തിക സർക്കിൾ ദൈവം എന്ത് ചെയ്തു?
ഉണ്ടാക്കിയിട്ട് ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കി ദൈവം. അതാണ് ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും. എന്നിട്ട് തൊട്ടടുത്ത വാക്യം എന്താണ് പറയുന്നത്? മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നവനുമായ യഹോവ. അപ്പോൾ ഇവിടെ എന്ത് കാര്യത്തെ ഹൈലൈറ്റ് ചെയ്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? മനുഷ്യന്റെ ആത്മാവിനെ ഹൈലൈറ്റ് ചെയ്താണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. ആകാശം ഭൂമിക്ക് അടിസ്ഥാനം എന്നുള്ളത് പോലെ ദൈവമില്ലെങ്കിൽ നിന്റെ ആത്മാവിന് അടിസ്ഥാനമില്ല. ഭൂമിയുടെ അടിസ്ഥാനം മനുഷ്യന് കാണാൻ പറ്റുന്നുണ്ടോ? ആകാശത്തിൽ ദൈവം വച്ചിരിക്കുന്ന ഗ്രഹങ്ങളുടെ പരസ്പര വിരുദ്ധമായ രീതികൾ, ദൈവം വച്ചിരിക്കുന്ന പന്ഥാവുകളിലൂടെ അത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക വലയത്തിലാണ് ഭൂമിയെ വച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ ആത്മാവിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഇതേ സിസ്റ്റം. നീ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ ഭൂമി ഈ കാന്തിക വലയത്തിനകത്തല്ലെങ്കിൽ ഭൂമിക്ക് എന്തില്ല? നിലനിൽപ്പില്ല എന്നുള്ളത് പോലെ മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നവനുമായ യഹോവ. അതേ കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അത് ഈ ലോകം എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. നമ്മൾ വിശ്വാസ കണ്ണിൽ അത് കാണും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താണ് ആശിക്കുന്നത്? വരാനുള്ളവൻ വരും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വരുന്നവനോടുകൂടെ ജീവിക്കുന്നതാണ്. നിത്യതയിൽ ജീവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ടത് മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ലോകം, നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ലോകത്തെ കാണുന്നത്. ദൈവത്തെ കാണുന്നത് ആത്മമണ്ഡലത്തിലൂടെ. നമ്മൾ ഈ കാണുന്ന ദൃശ്യമായ ലോകം ദൈവം അദൃശ്യമായതിനെ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? അറിയുന്നു. സെക്കരിയാവിൽ നമ്മൾ വായിച്ച എന്താണ്? ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുകയും ചെയ്യുന്നതിനായ യഹോവ എന്ന് പറയുമ്പോൾ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ കാന്തിക വലയത്തിനകത്താണ് ഭൂമിയെ ദൈവം എന്തിരിക്കുന്നത്? വച്ചിരിക്കുന്നതെങ്കിൽ ദൈവവുമായിട്ടുള്ള സർക്കിളിനകത്ത് നീ ഉണ്ടെങ്കിൽ, ഭൂമിക്ക് ഈ സർക്കിളിനകത്തൊരു നിലനിൽപ്പ് ദൈവം വച്ചെങ്കിൽ, ആ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നീ ഉണ്ടെങ്കിൽ നീ നിത്യതയെ കാണും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കടലിൽ കിടക്കുന്ന മീന് കരയിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ കടലുമായിട്ട് പിന്നെ അതിനെന്തുണ്ടോ? ബന്ധമുണ്ടോ? ഇല്ല. അതിനെന്ത് സംഭവിക്കും? അത് ചത്തുപോകും. പക്ഷെ കടലായിട്ട് തന്നെ എന്ത് ചെയ്യും? നിൽക്കും. മണ്ണിലിരിക്കുന്ന ഒരു സസ്യത്തെ പിഴുതെടുത്തു കഴിഞ്ഞാൽ ആ സസ്യം എന്ത് ചെയ്യും? നശിച്ചു പോകും. പക്ഷെ മണ്ണായിട്ട് തന്നെ എന്ത് ചെയ്യും? നിലനിൽക്കും. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയൊരു മനുഷ്യൻ, അവൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ദൈവമായിട്ട് തന്നെ നിൽക്കും. പറയണ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ അസ്തിത്വം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. കുഴപ്പം ആർക്കാണ് സംഭവിച്ചത്? മനുഷ്യനാണ് സംഭവിച്ചത്. നീ കർത്താവിനോട് ഇഴുകിച്ചേർന്ന് ആ ജീവൻ്റെ അംശം നീ എന്ത് ചെയ്യണം? പ്രാപിക്കണം. ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടതെന്നതുപോലെ ദൈവമായിരിക്കണം നിനക്കെന്ത് അടിസ്ഥാനം. ഗ്ലോറി ടു ഗോഡ്. ആ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഈ ദൃശ്യമായ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ദൈവം തൻ്റെ വചനത്താൽ ലോകത്തെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ കാര്യം നീ വിശ്വാസത്താൽ എന്ത് ചെയ്യണം? അറിയണം. അറിയുന്നുണ്ടെങ്കിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നീ ചവിട്ടി നിൽക്കുന്ന ഭൂമി, ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും സൃഷ്ടിച്ചത് ആരാണെന്നുള്ള കാര്യം നീ ആദ്യം എന്ത് ചെയ്യും? നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വീണ്ടെടുത്ത നിന്റെ രക്ഷിതാവ്, നിന്റെ കർത്താവ്, നിന്റെ തേജസ്കരണമായ കർത്താവ് വരാനുള്ളവൻ വരുമ്പോൾ അവൻ താമസിക്കുകയില്ലെന്നും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വിശ്വാസം, സ്വർഗീയമായ വിശ്വാസം നിനക്കുണ്ടാവും. ഭൂമിയിലെ വിശ്വാസം നിനക്ക് ആദ്യം എന്ത് ചെയ്യും? ഉണ്ടാകട്ടെ. ഉണ്ടായാൽ നീ സ്വർഗീയമായ കാര്യം എന്ത് ചെയ്യും? വിശ്വസിക്കുമെന്നാണ് ഇവിടെ ലേഖനകാരൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതേ വാക്യങ്ങളെടുത്ത് ഇന്ന് കാലത്തിൽ പ്രസംഗിക്കുന്നതാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ കൊണ്ടുപോയി. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ എന്തിനാ കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ശിക്ഷാവിധി അവൻ്റെ മേലായി, നമ്മുടെ ശാപം അവൻ്റെ മേലായി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ.
നമുക്ക് വേണ്ടി കർത്താവ് ശാപമായി തീർന്നു. ആ ശാപത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മളെന്ത് ചെയ്തു? വിടുവിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനം നോക്കുമ്പോൾ ഈ 2000 വർഷത്തോളം യഹൂദ ജനതയിൽ ഭൂരിഭാഗവും ന്യായപ്രമാണത്തിലെ വിശ്വാസ നീതീകരണം അന്വേഷിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. എന്നാലോ ദൈവമോ നമുക്കൊരുക്കിയ രക്ഷാപദ്ധതി യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിശ്വസിപ്പാനിടയിൽ. പ്രിയമുള്ളവരെ, വിശ്വസിച്ച് നമ്മൾ രക്ഷയും നീതീകരണം എന്ത് ചെയ്തു? പ്രാപിച്ചു. പക്ഷേ ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ക്രിസ്തു എന്ത് ചെയ്ത് വന്നത്. ഇതിനനന്തരം നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് ധ്യാനിക്കാനും പഠിക്കാനും പ്രാപിക്കാനും ഉണ്ട്. രക്ഷയും നീതീകരണം കൊണ്ട് മാത്രം നമ്മൾ നിത്യതയിൽ എത്തോ? ഇല്ല. പരിശുദ്ധാത്മാവ് എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവം തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്നത് എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി നമ്മിലും എന്ത് ചെയ്യാനാണ്? നിവർത്തിപ്പാനാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്. അതാണ് ആത്മാവിൻ്റെ ഫലം. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലത്തിലേക്ക് നമ്മെ വേർപെടുത്തി എടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നിത്യജീവനിലേക്ക് നമ്മളെ എത്തിക്കേണ്ടുന്നതിന്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവവചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. ഗലാത്യർ 3:12 ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ഗ്ലോറി ടു ഗാഡ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടു. ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇവിടെ എഴുത്തുകാർ, അതായത് അപ്പോസ്തലനായ പൗലോസ്, ഇവിടെ നമ്മെ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണ്? യഹൂദ ജനതയെക്കുറിച്ചാണ്. കാരണം എന്താണ്? ജാതികൾക്ക് ന്യായപ്രമാണം എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടുണ്ടോ? കൊടുത്തിരുന്നോ? ഇല്ല. എങ്കിൽ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്ന ആരെക്കുറിച്ചാണ്? ന്യായപ്രമാണത്തെ മാത്രം വച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന യഹൂദ ജനതയെ നോക്കിയിട്ട് പറയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ നമ്മെ കർത്താവ് എന്ത് ചെയ്തു? അപ്പോൾ യഹൂദനെയും ജാതികളെയും പുറം ജാതിക്കാരെയും ഒരുപോലെ ക്രിസ്തുവിലൂടെ എന്ത് ചെയ്യാണ്? നിത്യജീവൻ അവകാശമാക്കുന്ന കാര്യമാണ് താഴോട്ട് വരുന്നത്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ധാരാളം ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യട്ടെ? പകരട്ടെ. ഇനിയും നമുക്കതിൻ്റെ താഴേക്ക് വീണ്ടും ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഒരുപാട് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, പ്രാപിക്കാനായിട്ടുണ്ട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ ദൈവം പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ പ്രാപിക്കുവാനും നമ്മൾ കേൾക്കുവാനും നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രസാദിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആത്മാവ് ദൈവസഭകളോട് സംസാരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കർത്താവെ കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ എന്ത് ചെയ്യണമേ? തുറന്നിടണം. നിത്യജീവന് അവകാശമാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് താഴോട്ടുള്ള ഭാഗ്യങ്ങൾ വീണ്ടും ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് ഇനിയും നമുക്ക് എന്ത് ചെയ്യട്ടെ? തരട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ, വിശ്വാസം നമ്മൾ ഹല്ലേലൂയ അണുവിട എന്ത് ചെയ്യരുത്? നമ്മൾ ഹല്ലേലൂയ വിട്ടുകൊടുക്കാതെ. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ അവകാശമാക്കുവാനുള്ള വിശ്വാസം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ലോകത്തിൽ പലവിധമായ വിശ്വാസങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, വരാനുള്ളവൻ വരും, താമസിക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ അവനോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താണ്? ദൈവസഭ 2000 വർഷമായിട്ട് ആശിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം. ആ ആശിക്കുന്നതിൽ ഞങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. അത് ഇതുവരെയും എന്ത് ചെയ്തില്ല? കാണാത്ത, കണ്ട കാര്യങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതാണോ ഘനമുള്ള വിശ്വാസം? ഇതുവരെ സംഭവിക്കാത്ത കാര്യം സംഭവിക്കുമെന്ന് വചനത്തിലൂടെ വെളിപ്പെട്ട് തരുമ്പോൾ അത് വിശ്വസിക്കുന്നതാണോ ഘനമുള്ള വിശ്വാസം? ആ ഘനമുള്ള വിശ്വാസം നമ്മൾ സ്വയത്തമാക്കുന്നുണ്ടെങ്കിൽ വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ നമ്മളും മേഘത്തിൽ എടുക്കപ്പെടും. കർത്താവ് ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മളേവരെയും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കട്ടെ?
ധ്യാനിച്ചുകൊണ്ടും തീ കത്തിക്കൊണ്ടും ഹല്ലേലൂയ അതിൽ നമ്മെ തന്നെ ഒന്ന് ഒരുക്കിക്കൊണ്ടും ശരിയായ വിശ്വാസത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വചനം ഒന്ന് ക്രമപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതി സ്തോത്രങ്ങളും കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ.